ദേശീയപാത നിർമ്മാണത്തിൽ അശാസ്ത്രീയതയും മെല്ലെപ്പോക്കും കാരണം വടകര നഗരം അനുഭവിക്കുന്ന ഗതാഗത ദുരിതത്തിന് ഉടനെ പരിഹാരം കാണണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. എലിവേറ്റഡ് ഹൈവേ നിർമ്മാണത്തിലെ തർക്കങ്ങൾ പരിഹരിച്ച് ജോലി വേഗത്തിലാക്കാൻ ജനപ്രതിനിധികൾ ഇടപെടണം. കുറ്റ്യാടി ടൗണിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമായി കുറ്റ്യാടി ബൈപ്പാസ് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. വടകര, കുറ്റ്യാടി, നാദാപുരം, ബാലുശ്ശേരി ഉൾക്കൊള്ളുന്ന ഈ മേഖല അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിലുള്ള മെല്ലെപ്പോക്കും അതുപോലെ അശാസ്ത്രീയതയും. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് കേരളത്തിൻ്റെ അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നോക്കുമ്പോൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൽ വളരെ മെല്ലെപ്പോക്ക് നയം മാറ്റി സ്പീഡ് കൂട്ടണമെന്ന് കേരള സർക്കാരുകളെ അറിയിക്കുക എന്നതാണ് ഒന്ന്. മറ്റൊന്ന്, പലപ്പോഴും വളരെ ജനത്തിരക്കുള്ള ഈ മേഖല കുറ്റ്യാടി, നാദാപുരം, പാറക്കടവ് വലിയ ഗതാഗത കുരുക്ക് കൊണ്ട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ റോഡിൽ ഗതാഗത കുരുക്കിൽപ്പെടുന്നതും പല രോഗികളും പലപ്പോഴും ഹോസ്പിറ്റലിൽ ജോലി സ്ഥലത്ത് തൊഴിലാളികൾ എത്താൻ കഴിയാതെ വിഷമിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പരിഹാര മാർഗം ബൈപ്പാസ് നിർമ്മിച്ച് എന്താണോ വേണ്ട ചെയ്യുക എന്ന് എലിവേറ്റഡ് ഹൈവേ നിർമ്മാണത്തിലൂടെ തർക്കങ്ങൾ പരിഹരിച്ച് ജോലി വേഗത്തിലാക്കാൻ ജനപ്രതിനിധികൾ ഇടപെടണം. മറ്റൊന്ന്, മലയോര ജനതയുടെ ദീർഘകാല സ്വപ്നമാണ് വയനാട്ടിലേക്കുള്ള വിലങ്ങാട് കുഞ്ഞം റോഡ്. ചുരമില്ലാത്ത ദൂരം കുറഞ്ഞ ഈ റോഡ് ഇതിനോട് തൊട്ട് കിടക്കുന്ന പ്രദേശമാണ് വയനാട്. അധികം ടൂറിസ്റ്റുകളെയും ആകർഷിക്കുന്ന ഒരു പ്രദേശം. പക്ഷേ ഈ ചുരത്തിലൂടെ പോകുമ്പോൾ കുറേ സമയദൈർഘ്യം ഒഴിവാക്കാൻ ചുരമില്ലാത്ത ആ വിലങ്ങാട് കുഞ്ഞം റോഡ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിക്കായി MP-മാർ ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദം ചെലുത്തണം. മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, CPI സൈദൽവി മാസ്റ്റർ, TK അബ്ദുറഹ്മാൻ ബാക്കവി, അഫ്സൽ കൊളാരി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. Waytonikah.com, the exclusive Muslim matrimonial site.